UGC നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ് ഏത് രീതിയിലാണ് പഠനം തുടങ്ങേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഇത്തവണ പരീക്ഷ എഴുതി എല്ലാവർക്കും തന്നെ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത തവണ പരീക്ഷ എഴുതാൻ പോകുന്നവരും അതുപോലെ തന്നെ UGC നെറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കമന്റിലൂടെയും മെസ്സേജിലൂടെയും ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ക്ലാസ്സുകളും നോട്ടുകളും മറ്റ് അനുബന്ധ വിവരങ്ങളും ഒക്കെ തന്നെ ലഭിക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം UGC നെറ്റ് എക്സാമിനേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയൊട്ടാകെയുള്ള കോളേജുകളിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ, അതായത് എൻട്രി ലെവൽ 10 ആകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആണ് UGC നെറ്റ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. മൊത്തത്തിൽ പരീക്ഷ എഴുതിയവരിൽ 6% സ്റ്റുഡൻസിനാണ് നെറ്റ് ലഭിക്കുന്നത്. അതേ പരീക്ഷയിൽ 1% ആണ് JRF വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർക്ക് പുറമെ JRF ലഭിക്കുകയാണെങ്കിൽ ഫെലോഷിപ്പോടുകൂടി ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റികളിൽ വേണമെങ്കിലും നമുക്ക് PhD ചെയ്യാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഈ ഒരു പരീക്ഷ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കൊക്കെയാണ് UGC നെറ്റ് എക്സാം എഴുതുവാൻ സാധിക്കുക. പരീക്ഷ എഴുതുവാനുള്ള യോഗ്യതയായി UGC നിഷ്കർഷിക്കുന്നത് ജനറൽ വിഭാഗങ്ങൾക്ക് 55% മാർക്കും OBC SC/ST മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് 50% മാർക്കോടുകൂടിയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ, അതുപോലെ PG സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ എഴുതുവാൻ സാധിക്കും. ഒഫീഷ്യലായിട്ട് UGC പറയുന്ന ഒരു കാര്യമാണിത്. എന്നാൽ ഈ കഴിഞ്ഞ എക്സാമിനേഷൻ വരെ ഇത് തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ NDA പറയുന്നില്ല. അതുകൊണ്ട് തന്നെ PG ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴും സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴും നമുക്ക് UGC നെറ്റ് എക്സാം എഴുതുവാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വളരെ മുമ്പേ നമ്മൾ എക്സാമിനേഷൻ എഴുതി നമുക്ക് നെറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നെറ്റ് നേടി 2 വർഷത്തിനുള്ളിൽ നമ്മൾ മുൻപേ പറഞ്ഞ പോലെ UGC നിഷ്കർഷിക്കുന്ന യോഗ്യതകൾ നമ്മൾ നേടിയിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ പുതുതായി വരുന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അവർ കമന്റിലൂടെയും മെസ്സേജിലൂടെയും ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ട പ്രധാന വിഷയം, തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം UGC കൃത്യമായിട്ടുള്ള സിലബസ് നമുക്ക് നൽകുന്നുണ്ട്. ഏത് മെയിൻ സബ്ജക്റ്റ് ആയാലും ജനറൽ പേപ്പർ കോമൺ ആയിരിക്കും. 100 മാർക്കിനുള്ള 50 ചോദ്യങ്ങൾ. മെയിൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ 200 മാർക്കിനുള്ള 100 ചോദ്യങ്ങൾ. ടോട്ടൽ ടൈം 3 മണിക്കൂറാണ്. CBT ആണ് നമ്മുടെ എക്സാമിനേഷൻ മോഡ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിന്റെയും അതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെയും സിലബസ് നമ്മൾ കൃത്യമായി ഡൗൺലോഡ് ചെയ്യുക. സിലബസ് കൃത്യമായി ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പൊ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മെയിൻ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ അതിൽ അവർക്ക് അറിയുന്നതുണ്ടാകും. ജനറൽ പേപ്പറിൽ പല ടോപ്പിക്കുകളും ഒരു PG സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം പുതിയ വിവരങ്ങളായിരിക്കും. 2 രീതിയിൽ നമുക്ക് ഈ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാം. ഒന്ന്, സിലബസിനെ മനസ്സിലാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നോട്ടുകൾ സ്വന്തമായിട്ട് തയ്യാറാക്കുക. നല്ല രീതിയിൽ പ്രയത്നിക്കാൻ തയ്യാറുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ കൂടുതൽ ഗുണം ചെയ്യും. UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്തു, അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, അതിന്റെ നോട്ടുകൾ നമ്മൾ തയ്യാറാക്കി. നോട്ടുകളെല്ലാം കൃത്യമായിട്ടുണ്ട്, അത് കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. എന്നാൽ അതുകൊണ്ട് മാത്രം നമുക്ക് നല്ല രീതിയിൽ പരീക്ഷാ ഹാളിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സിലബസ് മാറ്റം ഉണ്ടായത് 2018 ഡിസംബറിലാണ്. 2 കാര്യങ്ങളാണ് അന്ന് നടന്നത്. സിലബസ് മാറി, എക്സാമിനേഷൻ നടത്തുന്ന അതോറിറ്റിയും മാറി. അതായത് പരീക്ഷ NDAയിലേക്ക് വന്നു, അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനേഷൻ മോഡ് CBT ആയി. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ സിലബസും പരീക്ഷാ രീതിയും ഒക്കെ തന്നെ മാറി. 2018 ഡിസംബർ വരെ OMR ഷീറ്റ് പ്രാക്ടീസ് ചെയ്ത് പോയ നമുക്ക് 2018 ഡിസംബറിന് ശേഷം കമ്പ്യൂട്ടർ ലെവലിലുള്ള മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പുതിയ മാറ്റമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചില്ല. 2018 ഡിസംബറിലും 2019 ജൂണിലും വലിയ രീതിയിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ NDAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനുശേഷം വന്നിരിക്കുന്ന ചോദ്യങ്ങളും പരീക്ഷയുടെ പാറ്റേണും ഒക്കെ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നവർക്ക് മാത്രം ലഭിക്കുന്ന രീതിയിലേക്ക് UGC നെറ്റ് എക്സാം മാറി എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ സിലബസിനെ ആസ്പദമാക്കി നോട്ടുകൾ തയ്യാറാക്കി ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓരോ യൂണിറ്റ് പഠിക്കുമ്പോഴും ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2018 ഡിസംബറിൽ സിലബസ് മാറിയതിനു ശേഷമുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിനു മുമ്പുള്ള 1-2 വർഷങ്ങൾക്ക് മുമ്പുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ കൂടുതലായും ഉൾപ്പെടുത്തേണ്ടത് 2018 സിലബസ് മാറിയതിനു ശേഷമുള്ള ചോദ്യങ്ങൾ. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഈ പരീക്ഷ എഴുതാൻ വേണ്ടി
തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത്. ബ്രീഫായിട്ട് പറഞ്ഞാൽ, സിലബസ് ഡൗൺലോഡ് ചെയ്യുക, സിലബസിലെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, അതുപ്രകാരം നോട്ടുകൾ തയ്യാറാക്കുക, ആ നോട്ടുകൾ കൃത്യമായിട്ട് പഠിക്കുക. മെയിൻ പേപ്പറിന്റേതും ജനറൽ പേപ്പറിന്റേതും ഈ ഒരു രീതിയിലുള്ള പഠനം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ സിലബസ് മാറിയതിനു ശേഷം വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും അതുപോലെ അതിനു മുമ്പേ 1-2 വർഷങ്ങൾക്ക് മുമ്പുള്ള ചോദ്യങ്ങളും കൂടെ വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾ ഓരോ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴും നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ, ചോദ്യങ്ങളിൽ വന്നിരിക്കുന്ന കാര്യം സിലബസിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എത്ര സമയം നമുക്ക് വേണ്ടി വരുന്നുണ്ട്, ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്കിനി വന്നു കഴിഞ്ഞാൽ സമയം നഷ്ടപ്പെടുത്താതെ എങ്ങനെ ഉത്തരം എഴുതാൻ സാധിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ഓരോ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാനുള്ള സമയം വളരെ കുറഞ്ഞു കിട്ടും. ഏതൊരു മത്സര പരീക്ഷയ്ക്കും പോലെ തന്നെ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാവാറുള്ളത്. 2020 അപേക്ഷിച്ച് 2021 എക്സാമിൽ, ഇത്തവണ നടന്ന എക്സാമിൽ കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പല പരീക്ഷകൾക്കും വന്നിട്ടില്ല. എന്നാൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്ത, അതായത് കൊമേഴ്സ് പോലെയുള്ള എക്സാമിനേഷന് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനു മുൻപേ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ കമന്റിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞിരിക്കുന്ന പരീക്ഷകൾ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. ഈ ഒരു രീതിയിൽ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് സഹായകമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം, സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി ബുക്കുകൾ മേടിക്കാം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് വാങ്ങിക്കാം, അത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എക്സാമിനേഷന് ഒരു തുടക്കക്കാർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒത്തിരി കാലമായിട്ട് പഠിപ്പിൽ നിന്നൊക്കെ വിട്ടു നിന്ന് ഈ ഒരു എക്സാമിനേഷൻ എഴുതണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് വരുന്നവർക്കും ഈ പുതിയ പാറ്റേണിലുള്ള എക്സാമിനേഷന്റെ രീതികൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി തുടർന്ന് വരുന്ന വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം, ഒരു ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. NDA UGC നെറ്റ് എക്സാം ഏറ്റെടുത്ത് CBT മോഡിലായതിനു ശേഷം പരീക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിൽ ഓരോ പരീക്ഷ കഴിയുമ്പോഴും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു പിക്ചർ നിങ്ങൾക്ക് നൽകാറുണ്ട്. അതുപോലെ 2022 ഈ വർഷം മുതൽ UGC നെറ്റ് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും നോട്ടുകളും ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.